നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 750th day. Today 30th sloka of Pradhamaskandam 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 750ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ഓം തത്സത്. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. സംഹൃത്യാന്യോന്യമുഭയോ തേജസീശരസമൃതേ ആവൃത്യരോധസീഘം ച വവൃതാ ദീർഘവഹ്നിവത്. ഓം തത്സത്. സംഹൃത്യാന്യോന്യമുഭയോ തേജസീശരസമൃതേ ആവൃത്യരോധസീഘം ച വവൃതാത്യേകവഹ്നിവത്. ഓം തത്സത്. സംഹൃത്യ അന്യോന്യ ഉഭയ തേജസി ശരസമൃതേ ആവൃത്യ രോദസി ഘം ച അവൃതാദേ വവൃതാദേ അർക്കവഹ്നിവത്. ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. അതായത് സംഹൃത്യ അന്യോന്യ ഉഭയോ തേജസി ശരസമൃതേ ആവൃത്യ രോദസി ഘം ച വവൃതാദേ അർക്കവഹ്നിവത്. ഉഭയോ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും, തേജസി തേജസ്സുകൾ, ശരസമൃതേ ശരങ്ങളാൽ ചുറ്റപ്പെട്ടതായിട്ട്, അന്യോന്യം തമ്മിൽ, സംഹൃത്യ സംഹത്യ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടിയിട്ട്, രോദസി ആകാശത്തെയും ഭൂമിയെയും, ഘം ഛ ഘം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, ആകാശം ഭൂമി അന്തരീക്ഷം, ഘം ഛ അന്തരീക്ഷത്തെയും ആവൃത്യ മറച്ചിട്ട്, അഗ്നി അർക്കവഹ്നിവത് സൂര്യനും അഗ്നിയും എന്ന പോലെ, വവൃതാദേ വർദ്ധിച്ചു. അതായത് രണ്ടു ബ്രഹ്മാസ്ത്രങ്ങളുടെ തേജസ്സും ഒന്നായി കലർന്ന് ആകാശം ഭൂമി അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചിട്ട് ഓരോന്നിനെയും വേർതിരിച്ച് അറിയാൻ കഴിയാത്ത വിധം മറച്ചു. പ്രളയകാലത്തിൽ ആദിശേഷൻ്റെ മുഖത്തിൽ നിന്ന് പൊങ്ങുന്ന തീയും സൂര്യൻ്റെ ഉഗ്രമായ കാന്തിയും ഒന്നായി ചേർന്നിട്ട് എന്ന പോലെ വർദ്ധിച്ചു. ആ ബ്രഹ്മാസ്ത്രത്തിനെതിരായിട്ട് നീയും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക എന്ന് അർജുനനോട് ഭഗവാൻ പറയുകയും അപ്രകാരം അർജുനൻ ആ അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തിനെ എതിരിടുവാൻ വേണ്ടി താനും ഒരു ബ്രഹ്മാസ്ത്രം അയക്കുകയും ആ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളും പരസ്പരം ചേർന്ന് ഒന്നിച്ചേർന്ന് ആ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളും ഒന്നിച്ച് ചേർന്ന് അവ ആകാശം ഭൂമി അന്തരീക്ഷം ഒന്നും വേർതിരിച്ചറിയാത്ത അത്ര വിധം അഗ്നിയും സൂര്യനും ഒക്കെ ചേർന്ന മാതിരി ഒരു പ്രളയൊരു അഗ്നിഗോളമായിട്ട് മാറി കൂടിക്കൂടി വന്നു എന്ന്, ആ തേജസ് വർദ്ധിച്ചു വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സംഹൃത്യാന്യോന്യമുഭയോ തേജസി ശരസമൃതേ ശര ആവൃത്യരോദസീഘം ച വവൃതാദീർഘവഹ്നിവത്. ശരസമൃതേ എന്നാൽ ശരങ്ങളാൽ ചുറ്റപ്പെട്ടവയായിട്ട്. ആ ബ്രഹ്മാസ്ത്ര ശരത്തെയാണ് ഇവിടെ പറയുന്നത്. രണ്ടു ബ്രഹ്മാസ്ത്രങ്ങളും തമ്മിൽ ചുറ്റപ്പെട്ടിട്ട് അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ച്
ഒന്നിനെയും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ശോഭിച്ചു എന്നാണ് പറയുന്നത്. എല്ലാവർക്കും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.